Subscribe now and press the bell icon. Never miss an update. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് Nokia 2 ബ്ലാങ്ക് സ്ക്രീനാണ്. ഇതാ ഇതുണ്ടോ, ലൈറ്റ് വെട്ടമുണ്ട്, ഇതുണ്ടോ ഓൺ ആയിട്ടുണ്ട്. ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടെങ്കിലും ഓൺ ആയിട്ടുണ്ട്. ബ്ലാങ്ക് സ്ക്രീനാണ്. വേറെ ഡിസ്പ്ലേ ഇട്ട് നോക്കിയാലൊന്നും വർക്ക് ആവത്തില്ല. ഈ ഒരു ഇതുണ്ട്, പിന്നെ സൗണ്ടും കേൾക്കാം. നമുക്ക് സെക്ഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ബ്ലാങ്ക് സ്ക്രീനാണ്, പക്ഷേ റിങ്, കോള് ഇതെല്ലാം വരുന്നുണ്ട്. പുതിയ ഡിസ്പ്ലേ 2 എണ്ണം ഇട്ട് നോക്കിയിട്ടും ആയിട്ടില്ല. സോ ബോർഡിൻ്റെ തന്നെ വിഷയമാണ്. നമുക്ക് ഡിസ്പ്ലേ ഡ്രൈവറാണിത്. അത് നമുക്കൊന്ന് ഫ്ലെക്സ് ഇട്ടടിക്കാം. അപ്പോൾ നമ്മൾ പവർ ഐ സി ഡ്രൈ ഹോട്ട് അടിച്ചിട്ടുണ്ട്, പവർ ഐ സി എന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേ ഡ്രൈവർ ഐ സി ആണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ഇത് രണ്ടും ഇളക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഒന്ന് ഇട്ട് ടെസ്റ്റ് ചെയ്യാം. ഇത് ബ്ലാങ്ക് ഡിസ്പ്ലേയുടെ സൊല്യൂഷനാണ്, ലൈറ്റ് ഇല്ലാത്തതിൻ്റെ അല്ല,
ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ഓൺ ആവും, പക്ഷേ ലൈറ്റ് കാണത്തില്ല. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയൊക്കെ ഞാൻ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് ആദ്യം ഡിസ്പ്ലേ മാറാനെ കൊണ്ടെല്ലാം അഴിച്ചതാണ്. അഴിച്ചു കഴിഞ്ഞപ്പം 2 ഡിസ്പ്ലേ ഇട്ടിട്ടും സെയിം കംപ്ലൈൻറ്റ്. അങ്ങനെ ഞാൻ ഇപ്പം ഇത് പവർ ഐ സി, അതായത് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നുണ്ടായിരുന്നു മറ്റേ ഓണാവുമ്പോഴത്തേക്ക്. അപ്പോൾ പവർ ഐ സിയുടെ അവിടാണ് ഹീറ്റായത്. അപ്പം എനിക്ക് ഒരു ഡൗട്ട് വന്നത് ഡിസ്പ്ലേ ഡ്രൈവർ ഉണ്ടല്ലോ, ഈ ഡ്രൈവർ ഷോർട്ടായിട്ടാണ്. പവർ ഐ സിയിൽ നിന്ന് ഡയറക്റ്റ് ഒരു വോൾട്ടേജ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് ഡ്രൈവർ ഷോർട്ടായിട്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡ്രൈ അടിച്ചത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇതാ ഓണായി. പവർ ഐ സിയുടെ ഡാമേജും ഡിസ്പ്ലേ ഡ്രൈവറിൻ്റെ ഡാമേജും ആയിരുന്നു. പവർ ഐ സി എന്നുള്ള, അതായത് പവർ ഐ സി എന്നുള്ള വോൾട്ടേജ് ഷോർട്ടായി വന്നതാണ്. അതായത് VDD വോൾട്ടേജ് ഷോർട്ടായി വന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഞാൻ ഡിസ്പ്ലേ ഡ്രൈവർ ഐ സി രണ്ടും ഒന്ന് അനക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലെക്സ് ഇട്ടിട്ട്. പവർ ഐ സിയും ഒന്ന് അനക്കിയായിരുന്നു. സോ അതാ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയ ബ്ലാങ്ക് സ്ക്രീനിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പവർ ഐ സിയും ഡിസ്പ്ലേ ഡ്രൈവർ ഐ സിയും. ഇതിന് സെപ്പറേറ്റ് ഡിസ്പ്ലേ ഐ സി വരത്തില്ല, ഡയറക്റ്റ് CPU-ലോട്ടാണ് പോകുന്നത്. ഡിസ്പ്ലേ ഡ്രൈവർ വഴിയാണ് പവർ സപ്ലൈ വരുന്നത്. സോ അത് പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫോൺ സെറ്റ് ചെയ്യാം. പവർ ഐ സി അതുപോലെ തന്നെ പവർ ഐ സിയുടെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അതേപോലെ ഡിസ്പ്ലേ ഡ്രൈവർ ഐ സിയുടെ കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നു. അത് നമ്മൾ രണ്ടും ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓൺലൈനിൽ നിലവിൽ ഒരു സൊല്യൂഷനും ഇല്ലാത്തൊരു കംപ്ലൈൻ്റാണിത്. നോക്കിയ 2 ബ്ലാങ്ക് ഡിസ്പ്ലേ. നിലവിൽ ഒരു സെറ്റിൻ്റെ നോക്കിയ 1ൻ്റെ ബ്ലാങ്ക് ഡിസ്പ്ലേ സൊല്യൂഷൻ നിലവിൽ നെറ്റിലില്ല. നമ്മൾ സെർച്ച് ചെയ്തതാണ്. സോ എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യണം. ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ.
ഇപ്പം നമ്മൾ സ്ക്രൂ ചെയ്യുവാണ്.